അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്നാണ്. രാവിലെ 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും വികസന ക്ഷേമ പദ്ധതികളിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് സർക്കാർ നിലപാട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. റോഷിപാലും റാഹീസ് റഷീദും ചേരുന്നുണ്ട്. ആദ്യം റോഷിപാലിലേക്ക്. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഗുഡ് മോർണിംഗ് റാഹീസ്. റോഷി, ഇന്നിപ്പോൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന KN ബാലഗോപാലിന്റെ ആറാമത്തെ ബജറ്റ്, രണ്ടാം പിണറായി സർക്കാരിന്റെയും ആറാമത്തെ ബജറ്റ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കമൊക്കെയുണ്ട്, അത് സർക്കാർ തന്നെ സമ്മതിച്ചു. കേന്ദ്രത്തിന്റെ വരുമാനം വലിയ രീതിയിൽ കുറഞ്ഞു. പക്ഷേ അപ്പോഴും തനതു നികുതി വരുമാനം ഉയർത്തിയതിനെ ബാലൻസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഇന്നലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. നമ്മളുടെ കടം GSDP അനുപാതത്തിലുണ്ടായിരിക്കുന്ന കുറവ് അത് തെല്ലൊന്നുമല്ല നമ്മളെ ആശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അപ്പോഴും വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. സാധാരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത്തരം പ്രഖ്യാപനങ്ങൾ, വോട്ട് കയ്യിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. ഇക്കുറി അത്തരം പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടോ? സാമൂഹ്യക്ഷേമ പെൻഷൻ, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, അങ്ങനെ അരുൺകുമാർ, ബജറ്റിലെ സർപ്രൈസ് എന്തൊക്കെയാണെന്ന് 9 മണി വരെ കാത്തിരിക്കേണ്ടി വരും. ജനപ്രിയ ബജറ്റായി ഇത് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 9 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിലെത്തി ബജറ്റ് അവതരിപ്പിക്കും. കാരണം തെരഞ്ഞെടുപ്പ് 2 മാസത്തിനപ്പുറം നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ വികസന പദ്ധതികൾക്കൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനമടക്കമുള്ള കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ പ്രഖ്യാപനങ്ങൾ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ പ്രകടന പത്രികയിൽ 2500-ലേക്ക് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാകുമോ എന്ന് കാത്തിരിക്കണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ശമ്പള പരിഷ്കരണമാകട്ടെ, DA കുടിശ്ശികയുടെ വിതരണം, ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി, അഭിമാന പദ്ധതിയായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത ഘട്ടം, അതിനുവേണ്ടി എന്തൊക്കെ തുക വകയിരുത്തും. ബേപ്പൂർ അടക്കമുള്ള ചെറു തുറമുഖങ്ങൾ വികസിപ്പിക്കാനുള്ള ആലോചന സർക്കാരിന്റെ ഭാഗത്തുണ്ട്. അതിനുവേണ്ടി എത്ര തുക വകയിരുത്തുമെന്നതാണ്. ഇന്നലെ തന്നെ ബജറ്റിന് മുമ്പ് ഞെട്ടിക്കുന്ന പ്രഖ്യാപനം സർക്കാർ നടത്തിയതാണ്. അത് അതിവേഗ റെയിൽപാതയാണ്. അതിന് 20% തുക കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഈ ബജറ്റിൽ നീക്കിവെക്കാൻ സാധ്യതയുണ്ട്. ഇതിലേറ്റവും കാത്തിരിക്കുന്നത് കർഷകരുടെ കാര്യമാണ്. നെൽകർഷകർക്ക് വലിയ പ്രതിസന്ധിയുണ്ട്. റബ്ബർ കർഷകരുടെ പ്രശ്നമുണ്ട്. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന കാര്യമടക്കം പ്രയാസമാണ്. നെല്ല് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളുണ്ട്. കൃത്യമായി പണം ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പരിഹാരം കാണുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതും പ്രധാനമാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലടക്കം പ്രഖ്യാപനങ്ങൾ, ടൂറിസം മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായ പല മേഖലകളുണ്ട്. അവിടെയൊക്കെ ജനങ്ങളുമായി ഏറെ ബന്ധപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതും കാത്തിരിക്കുകയാണ് എല്ലാവരും. അതിനൊപ്പമാണ് ടൂറിസം മേഖല. കേരളത്തെ വലിയ ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് എപ്പോഴും പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി തുക വകയിരുത്തുമോ എന്നതും പ്രധാനമാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയം കാരണം വലിയ സാമ്പത്തിക ഞെരുക്കം സംസ്ഥാനത്തുണ്ട്. അത് സംബന്ധിച്ച് സർക്കാർ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരത്തിലേക്ക് ഇറങ്ങിയതും കേരളം കണ്ടതാണ്. എന്നിട്ട് പോലും ഇതൊക്കെ ഉണ്ടാകുമ്പോഴും വികസന പദ്ധതികളിലോ ക്ഷേമ പ്രവർത്തനങ്ങളിലോ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോവുക എന്നതാണ് ലക്ഷ്യം. ഏതായാലും തെരഞ്ഞെടുപ്പാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉറപ്പായിരിക്കും ബജറ്റിൽ എന്ന് നമുക്ക് കണക്കുകൂട്ടാൻ കഴിയും. അരുൺകുമാർ.